ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചില മുളകും ചെടിയിൽ മാത്രം ഇങ്ങനെ കുരുടിപ്പൊക്കെ വന്നിട്ടുണ്ട്. ഇലകൾ നന്നായാൽ തന്നെയാണ് നമുക്ക് നിറയെ കായൊക്കെ കിട്ടുള്ളൂ, നിറയെ പൂവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ പൂവില്ലാത്ത കുഴപ്പമൊന്നുമില്ല, പൂവൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം കായ ഉണ്ടായിരുന്ന പോലെ ഇപ്പോൾ കായ ഉണ്ടാവണില്ല. അതാണ്ടോ വാടി പഴുത്ത് ഇങ്ങനെ പൂവ് തന്നെ കൊഴിഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്തെ ഒരു പ്രശ്നമാണോ എന്നറിയില്ല. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാരം, നമ്മുടെ വിറക് കത്തിച്ച ചാരമാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ കരിയില കത്തിച്ച ചാരം എടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുള്ളത് ഇത്തിരി കട്ടിയിലുള്ള കഞ്ഞിവെള്ളമാണ്. അപ്പോൾ നമുക്കത് ഡൈല്യൂട്ട് ആക്കുകയൊക്കെ വേണം കേട്ടോ. അതിന് വല്ലാതെ ഇങ്ങോട്ട് നമ്മൾ നേർപ്പിക്കണമൊന്നുമില്ല. അതായത് 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിന് 10 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കൊന്നുമില്ല കേട്ടോ. ഇത് കഞ്ഞിവെള്ളം നമ്മൾ എത്രയാണോ എടുത്ത് അത്രയും തന്നെ നമുക്ക് പച്ചവെള്ളം എടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളം ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അന്നന്ന് ബാക്കിയുള്ള കഞ്ഞിവെള്ളം കളയുകയാണെന്ന് ഞാൻ അന്ന് കറിവേപ്പിലേക്ക് അത് ചെടിക്ക് വെള്ളം ചേർക്കാതെ ഒഴിച്ചു കൊടുക്കും. പക്ഷെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം നേർപ്പിച്ച് മാത്രം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒന്ന് നീട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇത് സ്പ്രേ ചെയ്യാൻ ഇത്രയാണ് ആവശ്യമുള്ളൂ. നമ്മൾ അടിയിലേക്ക് ഒഴിച്ചേർക്കണേന് നമ്മൾ നല്ലോണം ഡൈല്യൂട്ട് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തേക്ക് നമ്മളിതാ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കാൻ പോണത്. മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് നമ്മൾ ഈ ജൈവ കീടനാശിനിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. കാരണം കടയിൽ നിന്ന് വാങ്ങണത് എത്രണ്ട് പ്യൂറാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചാരാണ് കേട്ടോ എടുക്കണം. അപ്പോൾ ഞാൻ വിറക് കത്തിച്ച ചാര എടുക്കണം. അതിൽ കുറച്ച് കല്ലും കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് അരിച്ചിട്ട് മാത്രമേ അത് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുള്ളൂ. വലുതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ചാരം അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിക്ക് ഞാനിതാ 3 സ്പൂൺ ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ സ്പൂണാണ് കേട്ടോ ചാരം ഇട്ട് കൊടുക്കുന്നത്. ഇത് എത്ര കൂടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പയർച്ചെടിക്കൊക്കെ മുന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാരമൊക്കെ വെതറി കൊടുക്കലുണ്ട് ഇലയ്ക്കൊക്കെ. പക്ഷേ ഇത് അടിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തടത്തുനിന്ന് ഇത്തിരി വിട്ട് മാറിയിട്ടൊക്കെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. വേരിലേക്കും തണ്ടിലേക്കൊന്നും ഡയറക്റ്റായിട്ട് തട്ടുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് 3ഉം കൂടി മിക്സാക്കിയപ്പോൾ കണ്ടില്ലേ ലെവല് മാറിപ്പോയി കേട്ടോ. അതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിയിട്ട് കണ്ടില്ലേ. എൻ്റെ അമ്മ അത്ഭുതപ്പെടുന്നു കേട്ടോ. അത് എന്താ അത് മാജിക് എന്ന് പറയുന്നുണ്ട്. കാരണം അവൾ ആദ്യമായിട്ടാണ് ഞാൻ ഇത് സ്പ്രേ ചെയ്യുന്നത് കാണാൻ പോണത് കേട്ടോ. ഞാൻ ഇല്ലാത്ത സമയത്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മറുക ചെടിക്ക് ഉണ്ടാവുമ്പോൾ ഒരുപാട് കേടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആ ചെടി അങ്ങനെ കളയുകയാണ് സാധാരണ ചെയ്യാറ്. ഇപ്പോൾ അധികമൊന്നും കേടില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പ്രയോഗിക്കുന്നത് കേട്ടോ. അത് ചെടി നിന്ന് പോകാനും നിറയെ പൂങ്കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും വലുതാക്കി വളർത്തി ഉണ്ടാക്കണതല്ലേ. അപ്പോൾ അത് പറിച്ച് കളയുമ്പോൾ ഒരു ഇടങ്ങറ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യാൻ ഇത്രയാണ് ഡൈല്യൂട്ട് ആക്കണുള്ളൂ. ഇതിനി നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ അരിപ്പയിൽ കൂടെ. അല്ലെങ്കിൽ നമ്മൾ കുപ്പിയിൽ ഒഴിക്കുമ്പോൾ എന്താ വെച്ചാൽ സ്പ്രേ ചെയ്യാൻ പറ്റില്ല. അത് നേരം പോലെ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റില്ല ഈ കല്ലൊക്കെ മാറ്റാതെ. കുഞ്ഞ പൊടിക്കല്ലുകളാണ്, അതുകൊണ്ട് തന്നെ അത് അരിച്ചാൽ പോണതേ ഉള്ളൂ. നമുക്ക് നല്ല ക്ലിയർ സൊല്യൂഷൻ തന്നെ കിട്ടും കുപ്പിയിലൊഴിക്കാനായിട്ട്. അപ്പം ഞാനിതാ നമ്മൾ വിഷം ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇതിൽ, വേറെ രാസകീടനാശിനിയോ ഒന്നും ചേർക്കാത്തതും കൊണ്ട് ഗ്ലാസ്സിലേക്കാണ് കേട്ടോ ഒഴിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ്. കാരണം ചാരം മഞ്ഞൾപ്പൊടി ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം ഇതൊന്നും ദോഷമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ കണ്ടില്ലേ കല്ല്. ഇപ്രാവശ്യം ഞാൻ കുപ്പിയാണ് ഇട്ടെടുക്കണം. എനിക്ക് സ്പ്രെയർ ഇനി വാങ്ങിയിട്ടേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അതുവരെ ഞാൻ കുപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ധാരാളമാണ് കേട്ടോ. നമുക്കൊരു ഇങ്ങനത്തെ ഒരു കുപ്പി ഉണ്ടെങ്കിൽ ചെടികൾക്ക് മരുന്ന് സ്പ്രേ ചെയ്യാൻ ധാരാളമാണ്. അപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തുള്ളി കളയാതെ ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. കാരണം നമുക്കിനി മുളക് ചെടീൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ സ്പ്രേ ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ച്, ദൈവമേ ഇത് ഞാൻ സ്പ്രേയറാക്കിയ കുപ്പിയല്ലായിരുന്നു. അപ്പോൾ ഞാനിതാ ഓട്ടയൊക്കെ കുത്തി സൂചിപ്പിന്നും കൊണ്ട് ഒരു 10-15 ഹോളൊക്കെ ഇട്ട് നല്ലൊരു സ്പ്രേയർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പറഞ്ഞാൽ നമ്മൾ ഓരോ ചെടീൻ്റെ അടിഭാഗവും പിടിച്ച് നല്ല ഇലേൻ്റെ എല്ലാ ഭാഗത്തും തട്ടണ രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്.
നിറയെ പൂവുണ്ട് കേട്ടോ അതിൽ. പൂവൊക്കെ കൊഴിഞ്ഞു പോകുന്നതിനാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ കയ്യിലൊക്കെ ആവും, ഇത് കുഴപ്പമൊന്നുമില്ല, മരുന്നൊന്നുമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ലാവിഷായിട്ട് മുളക് ചെടിക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട്. അപ്പം ചിലതിന് മാത്രമേ അങ്ങനെ കേടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നിറയെ കായുണ്ട്. കുറേ കായ ഞാൻ അറുത്തതായിരുന്നു. മുളകൊക്കെ ഞാൻ അറക്കലുണ്ട് ദിവസം. ഇതുണ്ടോ എത്ര പൂവായിലൊക്കെ ചെറിയ ചെറിയ തയ്യകളാണ് കേട്ടോ. അപ്പോൾ ഈ മുളകും തൈ ഇത്രയും പൂവും കായ ഇടാൻ നമ്മൾ നല്ലപോലെ നട്ടാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഒരു മുളകും തൈ നടന്നതെന്ന് വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അത് അടുത്തായിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും അതൊന്നും കണ്ടു തരണേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നടുമ്പോൾ തന്നെ ശ്രദ്ധിക്കും കൊണ്ടാണ് ഇതിലൊക്കെ നിറയെ കായൊക്കെ വരുന്നത്. ചില മുളകൻ ചെടിക്ക് മാത്രം നല്ല മഞ്ഞ കളറ്, ഇലകളൊക്കെ പഴുത്ത പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലകൾ നന്നായാൽ തന്നെയാണ് നമുക്കതിൽ പൂവും കായൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാ എല്ലാ മുളകൻ ചെടിക്കും നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമ്മൾ കളയൊന്നുമില്ല കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. ഇത് കണ്ടില്ലേ, ചില ഇത് ചുരുണ്ടിട്ടും ഇല ചുരുണ്ടിട്ട് മഞ്ഞ കളറും ആകെ ഇതായി. ഇപ്പോൾ ഇതിൽ കായ ഉണ്ടാവാത്ത അവസ്ഥയായി കേട്ടോ. പൂവൊന്നും ഉണ്ടാവണില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഉള്ളത്. അപ്പോൾ അതാ ബാക്കിയുള്ളതുണ്ടല്ലോ നമ്മൾ ബക്കറ്റിലെ വെള്ളത്തേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് നേർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങോട്ട് നേർപ്പിക്കൊന്നും വേണ്ട. കാരണം നമ്മളിതിൽ കടലപ്പിണ്ണാക്കോ വേപ്പും പിണ്ണാക്കോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് കഞ്ഞിവെള്ളം, ചാരം, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇത്രയൊക്കെ ഡൈലൂട്ട് ചെയ്താൽ മതി. ഇനി എല്ലാ മുളകും ചെടിക്ക് മാത്രമേ ഇട്ടാൽ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ. മുളകും ചെടിക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഫലപ്രദമായത്. അപ്പോൾ അതാ ഓരോ കപ്പ് വീതം ഞാൻ ഓരോ മുളകും ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആരാണ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കലക്കണത് കണ്ടില്ലേ? എൻ്റെ കുഞ്ഞ് കൃഷിക്കാരിയാണ് കേട്ടോ, അമ്മൂസാണേ. അപ്പോൾ അവളെല്ലാത്തിനും കൂടലുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഒപ്പം കൂട്ടുക. അപ്പോൾ അവർക്ക് അതൊക്കെ ഒരു രസമായിരിക്കും. അനുവിന് ഇതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എക്സാം തിരക്കായതും കൊണ്ട് എക്സാം കഴിഞ്ഞിട്ട് കൂടി. എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.